ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സൺഡേ വ്ലോഗ് ആയാലോ. അപ്പോൾ എല്ലാ സൺഡേസിലും പോലെ ഈ സൺഡേയും ഞങ്ങൾ പുറത്ത് പോകാണ് കേട്ടോ. ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ രാവിലെ പള്ളിയിൽ പോകും, വൈകിട്ട് പുറത്ത് പോയി ചായ കുടിക്കുക, എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് പോവുക. ആഴ്ചയിലൊരു ദിവസം നമ്മളൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാഴ്ചത്തേക്കുള്ള റീചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യം. എല്ലാവർക്കും അതിനൊന്നും സാധിച്ചെന്ന് വരില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സൺഡേയും പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോകാൻ തീരുമാനിച്ചത് ഞങ്ങൾ കറുകുറ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറുകുറ്റിയിൽ നിന്ന് ഇപ്പോൾ പോന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. ഒരു മാസമായിട്ട് ഞങ്ങളിപ്പോൾ ആലുവയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കറുകുറ്റിക്കൊന്ന് പോയി അവിടെ അമ്മച്ചിയുടെ ചേച്ചിയുണ്ട്, അവിടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3:45 ഞങ്ങൾ ഇറങ്ങി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുഞ്ഞാപ്പിക്ക് പനി വന്ന് ഇങ്ങോട്ട് കുറഞ്ഞേ ഉള്ളൂ. ചുമയും ജലദോഷമൊക്കെ ഉണ്ട്, അമ്മച്ചിക്കുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വീടിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുമ്പോൾ അത് കൂടുള്ളൂ. നമുക്കത് മൈൻഡും മൂഡ് ഓഫ് ആവും, ഫിസിക്കലി നമ്മൾ ഡൗൺ ആവും ഒക്കെ. അപ്പം ഇതെപ്പോഴും ഒരു നല്ല ട്രീറ്റ്മെൻറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് ലോങ് ട്രിപ്പിനേക്കാളും ഇഷ്ടം ചെറുതായിട്ട് എവിടെയെങ്കിലും തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും പോയി ഇരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ 2 വീലറിന് പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓടിക്കണ ബിഷിബി എന്തിട്ട് ചെയ്യണേ? ഓടിക്കണ ബിഷിബി ഓടിക്കാനായിട്ട് ആരുമില്ലല്ലോ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ കിട്ടിയിരുന്നു, കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കറുകുറ്റിയിലെത്തി കേട്ടോ. ഇതാണ് വല്യമ്മച്ചിയുടെ വീട്. അമ്മച്ചിയുടെ തൊട്ട് നേരെ മൂത്ത ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊരു സത്യം മനസ്സിലാക്കിയത്, അവിടെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ വല്യമ്മച്ചിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പുറത്തെവിടെ ഉണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്, അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ ആൾ നട്ടിട്ടുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ലൈവ് പ്ലാന്റ്സൊക്കെ നമ്മൾ പുറത്തും അകത്തൊക്കെ ചെയ്യുന്നത്. എന്നാണോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ ന്യൂ ഹോമാണ്. അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ വിളിച്ചു പറഞ്ഞ് താക്കോല് ചവിട്ടിയിട്ട് താഴെയുണ്ട്, പോയി എടുത്ത് തുറന്ന് കയറിക്കോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ തുറന്ന് അകത്ത് കയറി. ചെറിയ ബഡ്ജറ്റിലുള്ള വീടാണെങ്കിലും അടിപൊളിയായിട്ട് ഒരു ഇപ്പോഴത്തെ സ്റ്റൈലിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ഐഡിയയിൽ ലൈറ്റ്സൊക്കെ വെച്ച് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തിരുഹൃദയത്തിൻ്റെ രൂപമാണ് കേട്ടോ. ഗ്ലാസ്സാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ അത് ഇങ്ങനെ ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി നിൽക്കുന്നത് പുള്ളി കണ്ടായിരുന്നു. അതാണ് കൈ കൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചിട്ടോ. ചേട്ടന് ക്യാമറയിലൊക്കെ ഫേസ് ചെയ്യാൻ ഭയങ്കര ചമ്മലുള്ള ആളാണ്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കൈ പൊത്തി പിടിച്ചിട്ട് വരാം, എൻ്റെ വീഡിയോ ഒന്നും ഇട്ടേക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വല്യമ്മച്ചിയും വന്നു. വല്യമ്മച്ചീനെ ചേട്ടൻ പോയി കൊണ്ടുവന്നു. വല്യമ്മച്ചി ഒരു മീറ്റിങ്ങിന് പോയതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചായ, പിള്ളേർക്ക് പാല്, കുറേ സ്നാക്സും, ബ്രെഡ്, ചിക്കൻ കറി, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ വയർ നിറഞ്ഞു. എനിക്കാണെങ്കിൽ ആ ബ്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് മിൽക്ക് ബ്രെഡാണത്. അവിടെ കമ്പനിയിൽ തന്നെ ഇത് മേടിച്ചാൽ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡാണെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്രെഡ് അങ്ങനെ കഴിക്കാത്ത ആളാണ്. ഞാൻ 4 അങ്ങോട്ട് കഴിച്ചു ബ്രെഡ്. വല്യമ്മച്ചി കുറേ പാക്ക് ചെയ്ത് അതൊക്കെ കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടോ. അത് ഞങ്ങൾ വന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ആൻറ്റി ഉണ്ടോ അത്. അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാണ് ആൻറ്റീനെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടോ. കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന ആൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പയ്യെ ഇറങ്ങി.
7:30 എത്തി. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.